മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ കുറച്ച് നേരമായി ഒരു വലിയ വഴക്ക് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോളമായി ഈ വഴക്ക് നടക്കാൻ തുടങ്ങിയിട്ട്. ബ്ലൈൻഡ്സ് ഇട്ടതുകൊണ്ട് തന്നെ എല്ലാവരെയും ബെഡ്റൂമിൽ ഇരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വഴക്കിടാനും സൗകര്യം കൂടുതലായി. കാരണം എല്ലാവരും ഒറ്റ സ്ഥലത്ത് തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇത് പുതിയതായി ഉണ്ടായ വഴക്കൊന്നുമല്ല കേട്ടോ. ഉച്ചയ്ക്കുണ്ടായ വഴക്കിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ്. ഉച്ചയ്ക്ക് നമ്മുടെ ജിഷിൻ പറഞ്ഞല്ലോ, ജിഷിൻ വെജിറ്റേറിയൻ ആണ്, ജിഷിൻ ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെന്ന്. അതിനെ ചൊല്ലിയുള്ള വഴക്ക് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. വൈകുന്നേരം ആയപ്പോഴേക്കിനും നെവീൻ കിച്ചണിൽ കയറി കുക്കീസ് എന്തോ ഉണ്ടാക്കി. 1-2 കുക്കീസാണ് ഉണ്ടാക്കിയത്. അത് നമ്മുടെ ജിഷിൻ കണ്ടു. അപ്പോൾ ജിഷിൻ നെവീനോട് ചോദിക്കുന്നത്, നീ കിച്ചൺ ക്യാപ്റ്റനോട് ചോദിച്ചിട്ടാണോ കിച്ചണിൽ കയറിയതെന്ന്. അതിന് നെവീൻ പറയുന്നത്, കിച്ചൺ ക്യാപ്റ്റനോടൊന്നും ഞാൻ ചോദിച്ചില്ല, ഞാൻ കിച്ചൺ ടീമിലുള്ള ആളാണ്, ഞാൻ പിന്നെ എന്തിനാണ് കിച്ചൺ ക്യാപ്റ്റനോട് ചോദിക്കുന്നത്, എനിക്ക് കിച്ചണിൽ കയറാൻ അധികാരമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജിഷിൻ പറയുന്നത്, ഉച്ചയ്ക്ക് ഞാനൊന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആരും സമ്മതിച്ചില്ല. ഞാൻ ക്യാപ്റ്റനാണ്, എനിക്കും കിച്ചണിൽ കയറാനുള്ള അധികാരം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് നിങ്ങളാരും സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. ജിഷിൻ അത് നമ്മുടെ ജിസേലിനോട് പറയുന്നു. ജിസേലും അത് ഏറ്റുപിടിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല എന്ന്. കൂടാതെ നെവീൻ കിച്ചൺ ക്യാപ്റ്റനോട് പോലും പറയാതെ കിച്ചണിൽ കയറി ഉണ്ടാക്കിയ കുക്കീസ് നമ്മുടെ ഒനിയിലും അക്ബറും എല്ലാം കഴിക്കുകയും കൂടി ചെയ്തു. അങ്ങനെ അതിനെ ചൊല്ലി വഴക്കായി ലാസ്റ്റ് എല്ലാവരും കൂടി നമ്മുടെ ജിഷിനെയും ജിസേലിനെയും കൂടി പഞ്ഞിക്കിടുന്നുണ്ട്. ജിഷിനോ ജിസേലിനോ ആഹാരം കൊടുക്കില്ലെന്ന് ആരും പറഞ്ഞില്ല. കിച്ചൺ ടീമിലുള്ള അനുമോള് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രം വെജിറ്റബിൾ കറിയും ഉണ്ടാക്കിയതാണ്. ഇവർ വാശി കാണിച്ച് ഫുഡ് കഴിക്കാതിരുന്നത് ഇവരുടെ അഹങ്കാരം. അതിൽ ജിഷിന് പ്രത്യേകിച്ച് വാശിയാണ്. ജിഷിൻ തന്നെ ഉണ്ടാക്കിയ ഫുഡേ ജിഷിൻ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ജിസേലും. ജിഷിൻ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ജിസേലും ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അതെന്ത് മന്ദബുദ്ധിത്തരമാണ് കാണിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ജിസേലാണെങ്കിൽ അനുമോൾ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുന്ന വ്യക്തിയും കൂടിയാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഇത്രയും ബ്ലൈൻഡായിട്ട് ജിഷിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ജിസേലിനെ എല്ലാവരും കൂടി പഞ്ഞിക്കിടുകയാണ്. പ്രത്യേകിച്ച് അനുമോളും അക്ബറും ഒനിയിലും എല്ലാം കൂടി. നമ്മുടെ അനുമോൾ പറയുന്നത്, നിനക്ക് വേണ്ടി ഞാൻ ചെറുപയർ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിനക്ക് കഴിച്ചുകൂടെ എന്നാണ്. നെവീൻ കുക്കീസ് ഉണ്ടാക്കിയത് കൊണ്ടുണ്ടായ വഴക്കാണെങ്കിലും ലാസ്റ്റ് ഈ വഴക്കും നമ്മുടെ ജിഷിൻ്റെയും ജിസേലിൻ്റെയും തലയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അതിനുശേഷം കിച്ചൺ ക്യാപ്റ്റൻ ആണല്ലോ അനുമോള്. അപ്പോൾ ഒനിയിൽ അനുമോളോട് ചോദിക്കുന്നത്, ഉച്ചയ്ക്ക് ഇവരെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിക്കാത്തത് കൊണ്ട് ഇവരിതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. നൈറ്റും ഇവർ വന്ന് പറയുകയാണ്, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചോളാം, ഇല്ലേ ഞങ്ങൾ ഫുഡ് കഴിക്കില്ല എന്ന് പറയുവാണെങ്കിൽ അനുമോൾ എന്ത് ചെയ്യുമെന്ന്. അതിന് അനുമോൾ പറയുന്നത്, ഞാൻ ഇവർക്ക് വേണ്ടി വെജിറ്റബിൾ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രാത്രിയിൽ വിശന്നാൽ അവർക്ക് ആ ഫുഡ് എടുത്ത് കഴിക്കാം, അല്ലാതെ ഇവരുടെ ഇഷ്ടത്തിന് കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എല്ലാവരുടെയും ഇഷ്ടത്തിന് കിച്ചണിൽ കയറാമല്ലോ, എന്തിനാണ് കിച്ചൺ ടീം എന്ന് പറഞ്ഞ് ഒരു ടീം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ജിഷിൻ ചേട്ടൻ്റെ വാശിയാണ്. ആ വാശി ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. ഇത് സ്വന്തം വീടൊന്നുമല്ല, ബിഗ് ബോസ് ഹൗസാണ്, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് അനുമോള് പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിന് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്താണ് അക്ബറും ഒനിയിലും അഭിലാഷും എല്ലാം നിൽക്കുന്നത്. സാധാരണ ജിസേലിന്റെ ഗ്രൂപ്പിലാണ് അക്ബറെങ്കിലും ഈ കാര്യത്തിൽ ജിഷിന്റെയും ജിസേലിന്റെയും ഭാഗത്ത് വലിയ ശരിയില്ലാത്തതുകൊണ്ട് തന്നെ അക്ബർ അനുമോളെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. അങ്ങനെ എന്തായാലും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവിൽ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.